ഉച്ച വരെ കിടന്നുറങ്ങും. കണ്ടോ, ഈ നിശ ചേച്ചി എന്നെ ഇൻട്രോ പോലും പറയാൻ സമ്മതിക്കാതെ എന്നെ റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത്ര പ്രായം തോന്നിക്കുന്നില്ല. മാരീഡ് ആണോ? അല്ല, നന്നായി. എല്ലാ കാര്യങ്ങൾക്കും പെമ്പിള്ളേർക്ക് അങ്ങനെയാവും ഇങ്ങനെയാവും. എന്റെ ശരീരത്തിനും മനസ്സിനും ഭാവിക്കും ദോഷകരമാവുന്ന ഒരു കാര്യം ഞാൻ ചെയ്താല് അത് അനുഭവിക്കാൻ ഞാൻ മാത്രമേ നാളെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഒരാളുടെ പെൻഷൻ ഇപ്പോഴും എല്ലാ മാസവും പാവപ്പെട്ട കലാകാരന്മാർക്ക് ഭക്ഷ്യ കിറ്റ് വാങ്ങിക്കൊടുക്കാൻ ചെയ്യുന്നു. ഇവരൊരു ഏജ് സ്വഭാവത്തിന് വ്യത്യാസം വരുന്നതൊരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ ഇവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു തുടങ്ങും. അപ്പോഴാണ് ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങും. അപ്പം ആ സമയത്ത് നമ്മൾ ഇവരെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമില്ലാത്ത ഇൻസ്പിറേഷൻ ഉണ്ടാവും. പലപ്പോഴും സംസാരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ സംസാരിക്കും, അപ്പൊ ആ കുട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനത്തെ കുട്ടികൾ ഉണ്ടല്ലോ, നമ്മൾ കയറി അവരെ ഡിസ്റ്റർബ് ചെയ്യണം, ശരിയല്ല. അവരവരുടേതായ ലോകത്തിരിക്കുകയല്ലോ. പുറകിലേക്ക് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രായം കൂടുന്ന ആളുകൾക്ക് ചിലപ്പോൾ പിന്നീട് അവരെ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അവരും ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ നിങ്ങൾ എൻ്റെയൊക്കെ വിളിച്ചു ചോദിച്ചാൽ നാളത്തേക്ക് ഒരു 500 രൂപ തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കാണത്തില്ല, മനസ്സില്ല. പക്ഷെ ഞാനതെല്ലാം ചിലവഴിക്കുന്നതിന് സന്തോഷമാണ്. അപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് എന്തോ എവിടെയോ ഒരു വേദന വന്നു, കാലിന്ന് ഇടറിയിട്ട്. ഈ അച്ഛന്റെയും മോന്റെയും ടെൻഷൻ കണ്ടിട്ട് അച്ഛന് പിന്നെയും കുഴപ്പമില്ല, മോന്റെ ടെൻഷൻ കണ്ടിട്ട് എനിക്ക് നെഞ്ചുവേദന എടുക്കണം. ഇവിടെ എല്ലാവരും അജാസിനെ പുലിമുരുകൻ, ബാക്കി കുട്ടി പുലിമുരുകൻ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അജാസ് ഡീഫോ ഡാൻസിലെ ഡാൻസർ കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി അന്നേരം എന്തോരം ഉണ്ടായിരുന്നു? ചിലതൊക്കെ മാത്രം നേരത്തെ വന്നിട്ടുണ്ട്. ഉച്ച വരെ കിടന്നുറങ്ങും. കണ്ടോ, ഈ നിശ ചേച്ചി എന്നെ ഇൻട്രോ പോലും പറയാൻ സമ്മതിക്കാതെ എന്നെ റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാൻ എന്ത് ചെയ്യണം? ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം കാലം പറഞ്ഞ കഥ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു നിശ ചേച്ചി, കൃഷ്ണൻകുട്ടി ചേട്ടൻ ആൻഡ് അജാസ്. 3 പേർക്ക് നമസ്കാരം. നമസ്കാരം. ഇനി തുടങ്ങി എന്റെ ഇൻട്രോ കഴിഞ്ഞു. നമുക്ക് പൊരിക്കാം. എന്നെ ഇങ്ങനെ ഞാൻ എല്ലാ പ്രൊമോഷന് വന്നാലും കാണും. എന്തൊക്കെയാ പറഞ്ഞ? വൈകി വരാറുള്ളൂ, ഉച്ച വരെ കിടന്നുറങ്ങും. എന്റെ അടുത്ത് പറയുന്ന സമയത്തല്ലേ എനിക്ക് വരാൻ വരത്തുള്ളൂ. അവര് പറഞ്ഞത് ആ കുട്ടിയുടെ രാവിലെ വരാൻ പറഞ്ഞ ആ കുട്ടി വരില്ല, ഇപ്പൊ എഴുന്നേറ്റുള്ളൂ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം പിടിക്കും ഞാൻ അവിടെ എത്താൻ എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും ചേച്ചി നമ്മൾ കാലം പറഞ്ഞ കഥ. അതെ അതെ, കാലം പറഞ്ഞ നമ്മുടെ കൊച്ചു വർത്താനം പിന്നീട് അല്ലെ അജാസ്? അപ്പൊ അജാസ് ഒരു നായകനായി വരുന്നൊരു മൂവിയാണ് അല്ലെ കാലം പറഞ്ഞ കഥ. ഇവിടെ എല്ലാവരും അജാസിനെ പുലിമുരുകൻ, ബാക്കി കുട്ടി പുലിമുരുകൻ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അജാസ് ഡീഫോ ഡാൻസിലെ ഡാൻസർ കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി അന്നേരം എന്തോരം ഉണ്ടായിരുന്നു? ഞാൻ അന്നേരം ഒരു സ്കൂളിൽ പഠിക്കുന്നത് 6th 7th ഒക്കെ ആയിരിക്കും. ഞാൻ 4th-ലോ 12. 2 വയസ്സിന് വ്യത്യാസമുണ്ട്. അല്ല, പക്ഷെ 2-3 വയസ്സിന് വ്യത്യാസമുള്ളൂ രണ്ടുപേരും തമ്മിൽ. എത്ര വയസ്സുണ്ട്? പെൺപിള്ളേർക്ക് വയസ്സ് ചോദിക്കരുത്. എല്ലാ കാര്യങ്ങൾക്കും പെൺപിള്ളേർക്ക് അങ്ങനെയാവും ഇങ്ങനെയാവും. 21. ഒരുപാട് വ്യത്യാസമുണ്ട്. 25 അല്ല, 28. 29 കഴിഞ്ഞ് 30ലേക്ക്. അപ്പൊ 6th ഞാൻ ജനിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ 10th-ലൊക്കെ ആയിരിക്കും. 10th ആയിരിക്കണം. അതെ 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 അതെ, ശരി. ഓക്കെ, അപ്പൊ അവിടെ തോന്നില്ല കേട്ടോ. എന്തായാലും അത്ര പ്രായം തോന്നിക്കുന്നില്ല. മാരീഡ് ആണോ? അല്ല. നന്നായി, സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഇന്റർവ്യൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ നാളായി ഇന്റർവ്യൂ എടുത്തിട്ട്. നിങ്ങൾ കൊള്ളാം, ഇതേപോലെ പടവും ഹിറ്റ് ആവട്ടെ, നിങ്ങളുടെ ഈ വൈബ് പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് കഥയിലേക്ക് വരൂ. കാലം പറഞ്ഞ കഥയിലേക്ക് വരൂ. എന്താണ് കാലം പറഞ്ഞ കഥ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയോ വെറൈറ്റി അല്ല, ഇപ്പോഴത്തെ സമകാലീന സബ്ജക്റ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നതെന്നാണ് കേട്ടത്. എന്താണ് മൂവി പറയുന്നത്? കാലം പറഞ്ഞ കഥ ഒരു റിയൽ ഈവന്റിനെ ബേസ് ചെയ്തു അതിലെ കുറച്ച് കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും എടുത്തിട്ട് ഫിക്ഷണലായിട്ട് ചെയ്തൊരു സിനിമയാണ് കാലം പറഞ്ഞ കഥ. അതില് ഇമോഷണൽ ഒരു ഡ്രാമയാണ്, കുറച്ച് ത്രില്ലിംഗ് ക്രൈം ത്രില്ലറാണ്, ഫണ്ണുണ്ട്, എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കാലം പറഞ്ഞ കഥ. പിന്നെ അതിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് ആ സിനിമ സംസാരിക്കുന്ന ഒരു ടോപ്പിക്ക് കുറച്ച് എന്താ പറയാ തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ആളുകളെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതാണ് കാലം പറഞ്ഞ കഥ ബേസിക്കലി. ഓക്കെ,
ചേച്ചിയുടെ ഒരു അമ്മ ക്യാരക്ടറാണ്, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അമ്മയാണെന്നാണ് കേട്ടത്. എന്താണ് ഇതിനകത്ത് കൊണ്ടുവരുന്ന ഒരു വ്യത്യസ്തത? ഇതുവരെ ഞാൻ ചെയ്ത ഒരു അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു അമ്മയാണ്. ഉം. ഒരു എന്താ പറയാ, പലപ്പോഴും അമ്മയാണല്ലോ മക്കളെ എല്ലാ ഇതിൽ നിന്നും പറഞ്ഞാൽ നമുക്കൊരു പ്രധാന തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അമ്മ എപ്പോഴും നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും എടുക്കുക എല്ലായിടത്തും. പക്ഷെ ഇത് അങ്ങനെയും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവസാനം ഈ അമ്മ പകച്ചു പോകുന്നൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇതില്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അതിന്റെ ആൻസർ ഞാനിപ്പോ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാൻ കേരളത്തിൽ മൊത്തം അറിയാവുന്ന ഒരു അമ്മയിൽ നിന്ന് ഇൻസ്പയർ ആയ ക്യാരക്ടറാണ്. അതെ, കേരളത്തിൽ മൊത്തം അറിയാവുന്ന ഒരു അമ്മയിൽ നിന്ന് ഇൻസ്പയർ ആയ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഒരു ചർച്ചാ വിഷയമായ ഒരു അമ്മ തന്നെയാണിത്. അപ്പൊ ഇത്തരത്തിലൊരു ക്യാരക്ടർ ചേച്ചി ടേക്ക് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഇനി ഇത് ഓഡിയൻസ് എടുക്കാൻ പോകുന്നേന്നുള്ളൊരു സാധനം ഉണ്ടോ? അങ്ങനെ ഒരു പേടിയില്ല. കാരണം എന്ന് വെച്ചാല് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്താണ് സാഹചര്യം എന്നുള്ളത്. ഇപ്പൊ പല വിഷയങ്ങളും പലയിടത്തും നടക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂവിലും അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ. അത് ഈ സിനിമയിലും ആ കഥയില് ആ കഥാപാത്രത്തിന് ഉണ്ടായ വിഷയങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ സിനിമ കാണുമ്പോൾ. അപ്പൊ പിന്നെ അങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ത് കാര്യമാണെങ്കിലും. അതെ. ഇപ്പൊ കൃഷ്ണകുട്ടി ചേട്ടന്റെ തിരക്കഥയാണിത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരക്കഥയുമായിട്ട് മുന്നേക്ക് വരാനായിട്ടൊരു? ബേസിക്കലി ഞാനൊരു അധ്യാപകനാണ്, സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ഹെഡ് മാസ്റ്റർ. ഏതാണ്ട് 60 നാടകം, പ്രൊഫഷണൽ നാടകം എഴുതി സ്വന്തം സമ്മതി 60 വർഷം കൊണ്ട് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ സമൂഹത്തിലുള്ള തിന്മയ്ക്കെതിരെയാണ് എൻ്റെ നാടകത്തിൻ്റെ പ്രമേയങ്ങൾ പലതും. ഞാൻ തന്നെ ഈ ഒരു 10-20 വർഷം തെരുവ് നാടകങ്ങൾ, ഒറ്റയാൾ ഞാൻ മാത്രം കേരളത്തിലെ വയനാടും കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഒറ്റയ്ക്ക് പോയി വണ്ടി ഓടിച്ചു പോയി മൈക്ക് സെറ്റും ഒക്കെ ആയിട്ട് നന്മയുടെ പൂക്കൾ എന്ന് പറയുന്നൊരു മദ്യത്തിനും മയക്കുമരുന്നിനും ഒറ്റയാൾ നാടകം നടത്തി. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഒറ്റയാൾ നാടകങ്ങളിലും തെരുവ് നാടകങ്ങൾ നടത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നാടകം എന്ന് പറഞ്ഞാൽ ജീവനാണ്. എൻ്റെ കുടുംബം നാടകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ 7 വർഷമായി നാടകശാല എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടന ഞങ്ങൾ ഉണ്ടാക്കി. അതിനകത്ത് പ്രമുഖരായ ആളുകൾ അംഗങ്ങളാണ്. അത് ചാരിറ്റി ചെയ്യുന്നു. ഞാൻ അധ്യാപകൻ വൃത്തിയിൽ വിരമിച്ചും എൻ്റെ ഭാര്യ സെൽ ടാക്സ് ഓഫീസറായിരുന്നു. അപ്പോൾ അവളും വിരമിച്ച് ഞങ്ങളുടെ ഒരാളുടെ പെൻഷൻ ഇപ്പോഴും എല്ലാ മാസവും പാവപ്പെട്ട കലാകാരന്മാർക്ക് ഭക്ഷ്യ കിറ്റ് വാങ്ങിക്കൊടുക്കാൻ ചെയ്യുന്നു. പിന്നെ ചാരിറ്റി പ്രവർത്തനം ഒരുപാട് ചെയ്യുന്നു. 3000 കോപ്പിയുള്ള ഒരു മാഗസിൻ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നു. അങ്ങനെ ചാരിറ്റി ചെയ്യുക എൻ്റെ ഒരു ജോലിയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയ ചില സംഭവങ്ങൾ അടുത്ത കാലത്തുണ്ടായി. ഏതാണ്ട് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പണ്ടൊക്കെ കള്ളും ചാരായവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടിയെടുത്ത് കൊച്ചുകുട്ടികൾ പോലും, സ്കൂൾ കുട്ടികൾ പോലും അമ്മയെയും അച്ഛനെയും ഒക്കെ ധിക്കരിച്ചുകൊണ്ട് മയക്കുമരുന്നിന് അടിമയാകുന്ന കഥകളും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന സംഭവങ്ങളും, അതിനെ തുടർന്ന് കൊലപാതകങ്ങളും ദുഷ്ടപ്രവർത്തികളും അടമാടി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പണ്ട് കൊലപാതകങ്ങൾ, മാടത്തരുവി കൊലക്കേസും പിന്നെ കരിക്കിമ്പില്ല കൊലക്കേസും ഉണ്ടായപ്പോൾ അതൊക്കെ സിനിമയായ കഥകളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ ഹിൻഡ് കിട്ടിയപ്പോൾ ഞാനത് ഡെവലപ്പ് ചെയ്ത് ഈ സമൂഹത്തിൻ്റെ ഈ ദോഷവശത്തെ ചിത്രീകരിച്ച് കാണിക്കാൻ, നന്മയുടെ വശം കാണിക്കാൻ ഒരു കഥയുണ്ടാക്കി, തിരക്കഥയുണ്ടാക്കി 25 ദിവസം കൊണ്ട് നല്ല ഒരു സംവിധായകനും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സംവിധായകനുമായ പ്രസാദ് നൂറനാട് അത് ചിത്രമാക്കി. അത് എല്ലാവരും ഈ ചാനൽ ഉൾപ്പെടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമ. ഞങ്ങളുടെ മുതലിഞ്ഞ് കൈ വന്നാൽ അടുത്ത കൊല്ലം എൻ്റെ ഒരു സിനിമ ഞാൻ ഷൂട്ട് ചെയ്യും. കാരണം ഏത് പ്രവൃത്തിയും ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ചെയ്യുന്ന ഒരു മനോഭാവം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. അത് ഈ പ്രാവശ്യവും എനിക്ക് എനർജി ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഉള്ളത്. അതാണ് ഈ രംഗത്ത് 60 നാടകം കൊണ്ട് നടക്കാൻ ഒരു കേരളത്തിൽ ഒറ്റ എഴുത്തുകാരൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 60 നാടകം. ഞാൻ 60 നാടകം ഇപ്പോഴും നാടകം കളിച്ചുകൊണ്ടിരിക്കുക. അടുത്ത കൊല്ലത്തെ നാടകം ഇപ്പോൾ അനൗൺസ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ അജാസിനെ പോലുള്ള
നായകന്മാർ വളർന്നു വരും. ഒരുപാട് നായകന്മാർ നമുക്കുണ്ട്. അതിലൊരു നല്ല എണ്ണപ്പെട്ട നായകനായി അജാസ് മാറും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നാടകശാലയും അവനോടൊപ്പം പ്രവർത്തിച്ച ഞങ്ങൾ ഓരോരുത്തരുമാണ്. അജാസ്, ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഒരുപാട് അജാസിന്റെ മേലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഇപ്പം കൃഷ്ണൻ കുട്ടിച്ചേട്ടൻ പറഞ്ഞ പോലെ വലിയൊരു നടനായ അജാസിനെ കാണും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാവരും അറിയപ്പെട്ട ഒരാളാണ് അജാസ്. അപ്പം എങ്ങനെയാണ് അജാസിന്റെ ഒരു പാത്ത് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഒരു ജേർണി അജാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സിനിമ വരികയാണെങ്കിൽ അതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചെയ്യുക, ഓരോ തവണയും വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുക. അപ്പോൾ എന്നാലേ നമുക്ക് ആ ഒരു ഇഷ്ടം അതിനോട് നിലനിൽക്കത്തുള്ളൂ. ഒരു ജോലി പോലെ ചെയ്യാനുള്ളൊരു ഒരു മേഖലയല്ല ഇത്. അപ്പോൾ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അതിലോട്ട് ട്രൈ ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ. അത് മാത്രമേ ഉള്ളൂ, ഒരു പ്ലാൻഡ് ആയിട്ട്. അഭിനയത്തിൽ അങ്ങനെ പ്ലാൻഡ് ആയിട്ട് ഒന്നുമില്ല. ഡാൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പഠിക്കുന്നില്ല? ഇല്ല, പഠിക്കുന്നില്ല. ഞാൻ അന്നും ഡാൻസ് അങ്ങനെ പഠിച്ചിട്ടില്ല. ശരിയാ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അജാസ് ഭയങ്കര ഹിറ്റ്. എന്റെ അനിയന്റെ പേരും അജാസ്. അപ്പൊ എന്റെ വീട്ടില് ഭയങ്കര ഇഷ്ടമായിരുന്നു അജാസിനെ അന്ന്. എന്റെ വീട്ടുകാർക്ക് ഇന്നിപ്പോ ഈ എപ്പിസോഡ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അജാസിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. കാരണം എനിക്കൊന്നും TV കാണുന്നവരെയാണ് കൂടുതൽ വീട്ടുകാർക്കും എല്ലാവർക്കും കണക്ട് ആവുന്നത്. ഇപ്പം നിശ്ചയിച്ചിയുടെ കാര്യം നോക്കുവാണെങ്കിലും ഇപ്പം ഞാൻ വലിയ വലിയ നടന്മാരെ എടുക്കുന്നതിനെക്കാട്ടിലും ഇപ്പൊ എന്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മിനി സ്ക്രീനിൽ ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കരമായിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. എല്ലാ ദിവസവും വീട്ടിൽ വരുന്ന ആൾക്കാർ. അവർക്ക് വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റിനെ പോലെ ആയിരിക്കും, ഡെയിലി വീട്ടിൽ വരുന്ന ഒരു നെയ്ബറെ പോലെ ആയിരിക്കും. അതെ, അത്രയും കണക്ഷൻ, ഇമോഷണൽ ബോണ്ട് ഉണ്ടാവും അവർ ആ ക്യാരക്ടേഴ്സുമായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് അജാസിന്റെ കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ്? നല്ല കംഫർട്ടായിരുന്നു. ഞങ്ങൾ അമ്മയും പോലും നല്ല സിങ്ക് ആയിരുന്നു അല്ലേ? ഇപ്പോഴും എനിക്ക് സിങ്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ശരിക്കും മോനെ പോലെ തന്നെ ഫീൽ ചെയ്യണം. ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. കാരണം വെച്ചാല് അജാസ് അധികം സംസാരിക്കില്ല. അപ്പൊ ഞാൻ അത് ഇപ്പൊ ഒരാള് അധികം സംസാരിക്കാത്ത ആളല്ലെങ്കിൽ ഞാൻ കയറി സംസാരിക്കില്ല. സംസാരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ സംസാരിക്കും. അപ്പൊ ആ കുട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനത്തെ കുട്ടികൾ ഉണ്ടല്ലോ, നമ്മൾ കയറി അവരെ ഡിസ്റ്റർബ് ചെയ്യണത് ശരിയല്ലല്ലോ. അവരവരുടേതായ ലോകത്തിരിക്കുകയല്ലേ. പക്ഷെ ഞങ്ങൾ സീനിൽ വരുമ്പോ അങ്ങനെയല്ല. സീനിൽ വരുമ്പോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളേതായ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് പറയുമായിരുന്നു. അങ്ങനെ സംസാരിച്ചു സംസാരിച്ചു തുടങ്ങിയ ശേഷം ഞങ്ങൾ നല്ല ഒരു എനിക്കൊരു മോനെ പോലെ ഫീൽ ചെയ്ത് തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു അജാസിന്? എങ്ങനെയുണ്ടായിരുന്നു? ആളാണ് ഈ പറഞ്ഞ തന്നെ നമ്മള് ഈ എക്സ്പീരിയൻസ് എനിക്ക് ഓരോ ഷോട്ടിലും നമ്മൾ പ്ലാൻ ചെയ്യും, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് എടുക്കാൻ പറ്റി. നമുക്ക് ഇൻസ്പയർ ആയി. ഒരു സീനിന് മുമ്പ് പ്രിപ്പയർ ചെയ്താൽ എന്തായിരിക്കും ആ സീനിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ മൂവിയിൽ പറയുന്നത്, കുട്ടികളുടെ ഒരു ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു കാര്യമാണല്ലോ. ഇപ്പം ഈ ഒരു ജനറേഷന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അജാസ്. അപ്പം അജാസിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് തോന്നുന്നത്? ലൈക്ക് ഇപ്പം കുട്ടികളുടെ പോക്ക്, അതായത് ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വളരെ കുറച്ച് പേരായിരിക്കും ചിലപ്പോൾ ഈ ഒരു പാത്തിലേക്ക് പോകുന്നത്. പക്ഷെ നിങ്ങൾ മൊത്തത്തിൽ പറയുന്ന, അതായത് എല്ലാവരും അങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ കൂടുതലും അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. അതിനെ അജാസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെല്ലാ കാലഘട്ടത്തിലും ആ സമയത്തെ യങ്സ്റ്റേഴ്സ് ആണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്റെ കുഞ്ഞിലേക്ക് എന്റെ പ്രായമുള്ള ചേട്ടന്മാരായിരുന്നു അന്നത്തെ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം അത് പുറകിലേക്ക് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രായം കൂടുന്ന ആളുകൾക്ക് ചിലപ്പോൾ പിന്നീട് അവരെ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അവരും ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത് അവരുടെ സമയത്ത്. പിന്നെ മാക്സിമം എൻജോയ് ചെയ്യുക. അത് വേറൊരു രീതിയിലേക്ക് പോവാണ്ട് നമുക്ക് ഒരുപാട് നല്ല ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ മീഡിയ ഉണ്ട് നമുക്ക് എന്റർടൈൻഡ് ആവാനുള്ള. അങ്ങനെ ചെയ്യാന്ന് ആണ് വിചാരിക്കുന്നത്. നിശ്ചയിച്ചിക്ക് എന്താ അതിൽ അഭിപ്രായം? അതായത് ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്, ജെൻസി കുട്ടികളാണ് ഇത്രയും ഒരു അക്രമാസക്ത പ്രവണതയൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചേച്ചിക്ക് അതിനോട് യോജിപ്പുണ്ടോ? എല്ലാ കുട്ടികളും അങ്ങനെയാണോ അല്ലെങ്കിൽ ചിലര് മാത്രമാണോ? എന്താണ്? എല്ലാ കുട്ടികളൊന്നും അങ്ങനെയല്ലല്ലോ. ഒരുപാട് ഭയങ്കര
സ്ട്രിക്റ്റ് ആക്കി ജീവിക്കുന്ന കുട്ടികളും ഉണ്ടല്ലോ. കാരണം പ്രധാനമായിട്ടും കുട്ടികളെ നമ്മൾ ഫ്രീഡം കൊടുക്കണം, പക്ഷെ ആ ഫ്രീഡം മിസ്യൂസ് ചെയ്യാൻ അവരെ അനുവദിക്കാതിരുന്നാൽ മാത്രം. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാവുന്ന കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കണം. കുട്ടികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരുടെ ഭാവി തന്നെ പോകും ഇല്ലേ. ഇപ്പൊ അവരോട് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അവർ നശിക്കാൻ വേണ്ടിയിട്ടല്ല, സ്വയം തിരിച്ചറിയുക. അതായത് ഞാനൊരു സമൂഹത്തിൽ ചെയ്യാനും പാടില്ലാത്തതും എൻ്റെ ശരീരത്തിനും മനസ്സിനും ഭാവിക്കും ദോഷകരമാവുന്ന ഒരു കാര്യം ഞാൻ ചെയ്താൽ അത് അനുഭവിക്കാൻ ഞാൻ മാത്രമേ നാളെ ഉണ്ടാവുള്ളൂ. അതെൻ്റെ ശരീരത്തെയാണ് ബാധിക്കുന്നത്, അതെൻ്റെ മനസ്സിനെയാണ് ബാധിക്കുന്നത്, അതെൻ്റെ ലൈഫിനെയാണ് ബാധിക്കുന്നതെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ ലൈഫ് ലോങ് ആ കുട്ടിക്ക് സേഫായിട്ട് ജീവിക്കാൻ പറ്റും ഇല്ലേ. ഇത് ഓരോ കുട്ടികളും ഈ 3 വേർഡൊന്നും ഓർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റിലേക്കും പോകില്ല. എന്താണെങ്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. നമ്മളെ നശിപ്പിക്കാനായിട്ടാണ് കൂടുതൽ ആൾക്കാർ, നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടും നമ്മളെ നെയ്ബർ ആയിട്ടും ഒക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അല്ലേ. നല്ലത് പറഞ്ഞുതരാൻ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം. മുന്നിൽ നിൽക്കുന്ന ചിരിച്ച മുഖങ്ങളൊക്കെ നമ്മളെ സുഖിപ്പിക്കുന്ന വേർഡ്സ് മാത്രമേ പറയുള്ളൂ. അവരുടെ മനസ്സിൽ ഒരിക്കൽ പോലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്നവരല്ല കൂടുതലും. ഒന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ചേച്ചി ഒരു ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി ഇതായിട്ട് പറയുന്നത്, ഞാനൊരു നല്ല അമ്മയാണ് എന്ന് ചേച്ചി ധൈര്യപൂർവ്വം പറയുന്നത് കേട്ടിട്ടുണ്ട്. ചേച്ചിയുടെ ഒരു പാരന്റിങ്ങിൽ, അതായത് ചേച്ചി ഒരുപാട് സ്ട്രഗിൾസിനിടയിലാണ് ഈ 2 മക്കളെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചേച്ചി ശ്രദ്ധിച്ചത്? കാരണം അവരാണെങ്കിൽ 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധ വേണ്ട സമയത്ത് ചേച്ചി ബിസി ആയിട്ടുണ്ടാകാം. അപ്പം ചേച്ചി അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? അല്ല, അവര് കുഞ്ഞായിരിക്കുമ്പോ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ അത്രയും ബിസി അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ അവര് കുഞ്ഞായിരിക്കുമ്പോ ഞാൻ അത്ര വലിയ ബിസി അല്ലായിരുന്നു. ഞാൻ വീട്ടിലും ഉണ്ടാവുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവരൊരു ഏജ് സ്വഭാവത്തിന് വ്യത്യാസം വരുന്നൊരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ ഇവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു തുടങ്ങും. അപ്പോഴാണ് ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവരെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമില്ലാത്ത ഇൻസ്പിറേഷൻ ഉണ്ടാവും പലപ്പോഴും പലയിടത്തു നിന്നൊക്കെ. അതിലൊക്കെ വീണ് പോയാൽ ഇപ്പൊ ഒരു നോട്ടമാകാം, ഒരു ചിരിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടും കൊടുക്കൽ വാങ്ങണം. ഇതിലൊക്കെ അവർ പെട്ടുപോയാൽ, ഒരു പ്രാവശ്യം പെട്ടുപോയാൽ തീർന്ന്. അത് നമുക്ക് ഇത് നിയന്ത്രിക്കുന്നതിൽ നമുക്കൊരു ഏജും ഉണ്ട്. ഈ കുട്ടി ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ നമ്മളുടെ ഒരു പരിധിയിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഏജ്, കുട്ടി എന്നുള്ള ഏജ് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ നിമിഷം വരെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നാളെ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഈ ഏജിൽ എന്റെ അമ്മ എന്നെ നിയന്ത്രിച്ച് നന്നാക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ആ കുട്ടി ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ കുട്ടികളെ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കുറെ ബിസി ആയപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞു, ഒരു 6th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഞാൻ അവരെ മറ്റേ കന്യാസ്ത്രീകളുടെ ഹോസ്റ്റൽ ഉള്ള സ്കൂളിൽ കൂടെ ചേർത്തു, കോൺവെന്റ് സ്കൂളിൽ കൂടെ ചേർത്തു. അപ്പൊ അവിടെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. നമ്മൾ വീടിനേക്കാൾ സ്ട്രിക്റ്റ് ആണ് അവിടെ. കറക്റ്റ് പ്രയർ, കറക്റ്റ് പഠനം, കറക്റ്റ് ഫുഡ്, എക്സസൈസ് കാര്യങ്ങൾ, അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ സ്വയം ചെയ്യണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടേ ചേർത്തിരുന്നു ഞാൻ. അങ്ങനെ ചേർത്തുന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ട് ചേർത്തത് എനിക്ക് ഒരുപാട് ഗുണം കിട്ടി, സമാധാനം കിട്ടി ആ ടൈമിൽ. എങ്കിൽ പോലും ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തുമായിരുന്നു. അവിടെ ആണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം വീട്ടിൽ കൊണ്ടു നിർത്തും. പിന്നെ ഞാൻ രാവിലെ കൊണ്ടാക്കും, വൈകിട്ട് ഞാൻ വിളിച്ചിട്ട് വരും, അങ്ങനെയായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധിയുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ഈ കൂടിനുള്ളിൽ കൊണ്ടുവെക്കുന്ന ഇങ്ങനെ അല്ലേ, കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അവര് സ്വയം നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. മനസ്സിലാക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം അജാസിന്റെ കാര്യം നോക്കുകയാണെങ്കിലും, ഇപ്പം D4 ഡാൻസ് തൊട്ടാണെങ്കിലും പാരന്റ്സ് ആണ് എപ്പോഴും കൂടെ ഉണ്ട് അല്ലേ. ഇന്നാണെങ്കിലും ഉണ്ട് തോന്നുന്നു, ഫാദർ കൂടെ ഉണ്ട് തോന്നുന്നു. അപ്പം ആ ഒരു ടേക്ക് കെയർ കൊണ്ട് തന്നെയാണോ അജാസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു പാരന്റിങ് എങ്ങനെയാണ് അജാസിനെ ഗുണം ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നിന്ന് നോക്കുമ്പോ ഇപ്പൊ 21 വയസ്സായിട്ടുണ്ട്, ഈ ഒരു ഏജിൽ നിന്ന് നോക്കുമ്പോ അവരുടെ പാരന്റിങ്ങിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? ടേക്ക് കെയറിങ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ ആ സമയത്തൊക്കെ. ഇപ്പൊ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര സേഫാന്ന് പറഞ്ഞാലും, പേരൻസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസും ഒരു സേഫ്നെസ് ഒന്നും വേറെ ആരുടെയും അടുത്ത് കിട്ടത്തില്ല. അപ്പൊ അത് ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ കൂടെ. പിന്നെ ഞാൻ എല്ലാ കുട്ടികളും തിരിച്ചറിയുന്ന ഈ ഒരു നല്ലതാണ്, ഈ നല്ലൊരു വേടാണത്. കാരണം നമ്മളെ പാരന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ടേക്ക് കെയർ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. പറയാൻ പറ്റും, എന്റെ ഫ്രണ്ട് അല്ല എന്റെ ഫ്രണ്ടിന്റെ വീട്ടുകാര് അങ്ങനെയൊക്കെ
പറയാൻ പറ്റും. പക്ഷെ സ്വന്തം പാരന്റിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും ഒരിടത്തുനിന്നും കിട്ടില്ല. അതാണ് അജാസിനെ അത് ഫീൽ ചെയ്തുകൊണ്ടാണ് അജാസ് അത് പറഞ്ഞത്. അതെ, നല്ല അജാസ് എനിക്ക് തോന്നുന്നു അത്ര കുഞ്ഞിലേ മുതൽ അത് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് അത് അജാസിന്റെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലൊക്കേഷനിലാണെങ്കിലും ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാല് അജാസിന്റെ ആ ഒരു പാരന്റിങ് നല്ലോണം അല്ലെ, ആ കെയറിങ് കിട്ടുന്നോണ്ടാണ് അജാസിന്റെ സ്വഭാവത്തിൽ അതുണ്ട്. അത് നല്ലത്. അത് എല്ലാ കുട്ടികളും അതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. സാർ എങ്ങനെയാ, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറാണോ അധ്യാപകൻ? പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അന്നൊക്കെ ചൂരലെടുക്കാനുള്ള അധികാരം അധ്യാപകർക്കുണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി സാറിന്റെ ചൂരലുമായിട്ട് വരുന്നു എന്ന് കാണുമ്പോൾ അടിക്കത്തില്ല, ഞാൻ അടിക്കത്തില്ല, വിരട്ടല്. ആ ശബ്ദം, എൻ്റെ ശബ്ദം ഒരു പരുക്കൻ ഒച്ചത്തെ ശബ്ദമാണ്. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. ഞാൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇന്ന് വരെ ഓരോ സിനിമാടന്മാരായ വിനു മോഹനൊക്കെ എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ കഥകളൊക്കെ, നിയാസ്, നേരത്തെ ക്ഷണക്കത്തിലെ നായകൻ നിയാസിനെയൊക്കെ ഞാൻ പഠിപ്പിച്ച ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. MLA മറിയം CR മഹേഷിന് എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അങ്ങനെ വലിയ ആളുകളുണ്ട്, കപ്പലണ്ടി കച്ചവടക്കാരനുണ്ട്, ഞാൻ പഠിപ്പിച്ചതില്ല. അപ്പോൾ അങ്ങനെ ഇവർക്കൊക്കെ ഒരു അവരുടെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച പാഠങ്ങൾ എന്നെ കാണുമ്പോൾ പലപ്പോഴും അവർ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ വീട്ടിൽ കർക്കശക്കാരനല്ല, ഒരു മോനും ഒരു മോളുമാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവൾ സൗദിയിലെ നഴ്സാണ്. അവൾക്കൊരു മകനുണ്ട്, ആ മോനൊരു മകനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകുടുംബം പോലെ നിൽക്കുകയാണ്. എൻ്റെ ഭാര്യയുണ്ട് ഇവിടെ. അവരെല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങൾ കൂട്ടുകുടുംബം പോലെ ഇപ്പോഴും കഴിയുന്ന, അച്ഛനും മോളും എന്ന് പറഞ്ഞാൽ ഒരു ആങ്ങളെയും പെങ്ങളും പോലെ സൗഹൃദത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. ഇവിടെ ഇപ്പൊ ഞാൻ നിഷ ചേച്ചിയെടുത്ത് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ലൈക്ക് അമ്മ എന്ന നിലയ്ക്ക് പാരന്റിങ്. ഇപ്പൊ സാറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പാരന്റുമാണ്, അതേപോലെ തന്നെ കുറെ കുട്ടികളെ എന്താ പറയാ കൺട്രോൾ ചെയ്യുന്ന, കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ സാർ എന്തൊക്കെയാണ് ഇതേപോലെ ഈ കുട്ടികളുടെ കാര്യത്തില് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്? ഞാൻ വളരെ കർക്കശക്കാരനൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചൂരല് കയ്യിൽ ഉണ്ടായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ, അടിച്ചെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ മക്കളെ അതുപോലെയാണ്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. അച്ഛനും സഹോദരനും പോലുള്ള ബന്ധം ഇപ്പോഴും അതുപോലെയാണ്. 43-4 വയസ്സുണ്ട് എൻ്റെ മകൾക്ക്. ഇപ്പോഴും ആളെൻ്റെ കുഞ്ഞാണ്, ഞാനടക്കം ആങ്ങളെയാണ്. അതുപോലെ അവരുടെ പെരുമാറ്റവും സാരംഗിക്കൊക്കെ അറിയാം. അവർ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, അപ്പോഴവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയാണ്. അപ്പോൾ അങ്ങനെ വളർത്തിയതാണ് എൻ്റെ മക്കൾ. അവർ എൻ്റെ ചങ്കെന്നിപ്പോൾ പുതുതായിട്ടൊരു വാക്കുണ്ട്, ചങ്കാണ്. ഞാൻ അവരുടെയും ചങ്കാണ്. ഞാൻ നാടക കളിക്കാനുള്ള കാശിനും സിനിമയ്ക്കുള്ളത്. ലൊക്കേഷനിലൊക്കെ നിൽക്കുമ്പോൾ ഇവർ അച്ഛനും അമ്മയും മകനും ഒക്കെ, മോള് ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്, അച്ഛനും അമ്മയും മോനും ഒക്കെ ഉണ്ടാവുമായിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് എന്തോ എവിടെയോ ഒരു വേദന വന്നു, കാലിന്ന് ഇടറിയിട്ട്. ഈ അച്ഛന്റെയും മോന്റെയും ടെൻഷൻ കണ്ട്, അച്ഛന് പിന്നെയും കുഴപ്പമില്ല, മോന്റെ ടെൻഷൻ കണ്ടിട്ട് എനിക്ക് നെഞ്ചുവേദന എടുക്കേണ്ടി വരും. ഒന്നും പറ്റിയിട്ടില്ല. ആന്റി ജസ്റ്റ് ഒന്ന് നടന്നപ്പോ ഒന്ന് ഇതിങ്ങനെ ഒന്നായി, അത്രേ ഉള്ളൂ. അതിന് ഈ പയ്യൻ കടന്ന് കാണിച്ചു കൂട്ടിയ ടെൻഷൻ. അപ്പൊ ഞാൻ ഇത്രയും സ്നേഹമുള്ള മക്കളെ പുണ്യം ചെയ്യണം അല്ലേ, അത് എന്നെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അവിടെ. അപ്പൊ ഞാൻ ഓർക്കണായിരുന്നു, പുള്ളിക്കാര് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാലൊന്നും ഇങ്ങനെ ആയതിന് ഇത്രയും ടെൻഷൻ. വേറെ വല്ലതാണെങ്കിൽ ഈ കൊച്ചെന്തിയോ, കൊച്ചെന്ന് പറയാൻ പറ്റില്ല, വലിയ മാഡം വേറെ കാര്യമുണ്ട്. അവന് 46 വയസ്സ്. അവന്റെ ഭാര്യ ന്യൂസിലൻഡ് നഴ്സാണ്. അവൾ എന്നേ വിളിക്കുന്നു, ഇവിടെ വിട്ടിട്ട് അവന് മെഡിക്കൽ സ്റ്റോറാണ്, അങ്ങ് പോകും. എൻ്റെ അമ്മയെ വിട്ടിട്ട് ഞാൻ വരത്തില്ല. അതാണ് അപൂർവമാണ്, കിട്ടാൻ ഭാഗ്യത്തിൽ അപൂർവമാണ്. അച്ഛനെ അമ്മയും വിട്ടിട്ട് വിടാം. അങ്ങനെയുള്ള മക്കളെന്ന് വെച്ചാൽ എൻ്റെ ആ പഠിത്തത്തിൻ്റെ രീതി, ഒരു അധ്യാപകനും ഒരു അച്ഛനുമാണ് ഞാൻ. അത് കണ്ടാൽ ഈ മക്കൾ വളരുന്നത്. അവർ ചെറുപ്പത്തിലെ നല്ല കലാകാരന്മാരായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ട്. എനിക്കിപ്പോൾ വയസ്സ് എത്രയായെന്ന് അറിയാമോ മകളെ? എനിക്ക് 80 വയസ്സുണ്ട്. അതാണ് 19ാമത്തെ വയസ്സിൽ നാടകം തുടങ്ങിയവനാണ് ഞാൻ. എനിക്ക് 80 വയസ്സുണ്ട്. ഞാനിപ്പോഴും തെരുവ് നാടകം കളിക്കും. എല്ലാവരുമായിട്ടും ചേരും, കൊച്ചു പിള്ളേരുമായിട്ടും വലിയവരുമായിട്ടും ഇവരുമായിട്ടും. കുടുംബത്തിൽ താമസിക്കാൻ ആളുകൾക്കുള്ള സൗകര്യങ്ങളുണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്, സൗജന്യമായിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നാലും എൻ്റെ കൈ 5 പൈസ ബാലൻസ് ഇല്ല. പെൻഷൻ കിട്ടുന്ന 50 കിറ്റ് വാങ്ങിച്ച് ഭക്ഷ്യ കിറ്റായിട്ട് കൊടുക്കും. ഒരു മാഗസീനുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ, എല്ലാം വിതരണം ചെയ്യുന്നു. ഇതെൻ്റെ ഒരു
ഇങ്ങനെ ഒരാൾ എനിക്ക് അതേ ചെയ്യുന്നുള്ളൂ. ഞാൻ സമ്പാദിച്ചാൽ മക്കളെ ഞാൻ ഒത്തിരി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോകുന്നു, ഒന്നും കൊണ്ടുപോകുന്നില്ല. അത് സത്യം ഞാൻ കേട്ടോ. ചേട്ടൻ പറഞ്ഞതിന്റെ കാര്യം ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആ പൈസ എടുത്ത് അലമാരിക്കകത്തെടുത്ത് പൂട്ടി വെച്ചാൽ അതിന് എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ല. നമുക്ക് ടെൻഷനുമാണ്, ഇത് അലമാരിൽ ഇരിക്കുന്നല്ലോ അല്ലേ, ആര് കള്ളം കൊണ്ടുപോകോ, അല്ലെങ്കിൽ ഇത് ടാക്സ് കൊടുക്കും, ഇതൊക്കെ ചെയ്യണം. പക്ഷെ അതേ സമയം നമ്മളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കുറെ ആൾക്കാർ, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി കുറെ പാവങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഭയങ്കര. പിന്നെ അതിനേക്കാൾ ഉപരി ഇവരുടെ ഒരു പ്രയർ ഉണ്ട്. അവർക്ക് ഇല്ലായ്മയെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രയർ ഉണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ ആ ഒരു ചിന്തയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് അങ്ങനെ എത്രയോ പേരുടെ ആ പ്രാർത്ഥന. അതുകൊണ്ട് മക്കളെ ഈ കിറ്റ് കൊണ്ടുപോകുന്ന 100 കണക്കിന് ആളുകൾ പക്ഷേ കിറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ പ്രവർത്തനം അതായത് നിൽക്കുന്ന ആ കമ്പി കീഴിൽ എൻ്റെ സുഹൃത്താണ് പ്രസാദ് സാറും വന്ന് ഓണത്തിന് പക്ഷിക്കിറ്റും കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ നാടകക്കാർക്ക് കൊറോണ കാലത്ത് നാടകമില്ല, എല്ലാവരും 5 വർഷത്തിന് മുമ്പ്. അന്ന് നാടകക്കാർക്ക് ഉന്മേഷം കൊടുക്കാൻ വേണ്ടി ഞാനൊരു സിനിമ ചെയ്ത ആളാണ്, ഇടത് വലത് തിരിഞ്ഞ്. അതിൻ്റെ സംവിധായകനാണ് പ്രസാദ് നൂറനാട്. അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ കയ്യിൽ നിങ്ങൾ എൻ്റെയൊക്കെ വിളിച്ചു ചോദിച്ചാൽ ആളത്തേക്ക് ഒരു 500 രൂപ തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കാണത്തില്ല, ബാലൻസില്ല. പക്ഷെ ഞാനതെല്ലാം ചിലവഴിക്കുന്നതിന് സന്തോഷമാണ്. ഇതിനും ഇല്ല മക്കളുടെയും മരുമക്കളുടെയും സത്യം നിങ്ങളിക്കാൻ പറയുന്നത്, സത്യം പറയുന്നത് എനിക്കൊരു യാതൊരു നാണക്കേടില്ലാത്തതിനാ. കുറേ ഗോൾഡ് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ പണയം വെച്ചാണ് മക്കളെ ഈ സിനിമയുടെ ഇന്നത്തെ പ്രൊമോഷൻ വരെ തയ്യാറാക്കിയത്. ഇതാണ് പാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന സന്ദേശം മോളെ ഈ സിനിമയിലൂടെ അത് മതി എനിക്ക്. ഇവരെ പോലുള്ള ആളുകൾ എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുമല്ലോ, സാറേ എന്നൊന്ന് വിളിക്കുമല്ലോ, എനിക്കത് മതി. നിങ്ങൾ കാണുമ്പോൾ എന്നെ എവിടെയോ വെച്ച് കണ്ടെന്ന് നിങ്ങൾ ഓർക്കുമല്ലോ, എവിടെയെങ്കിലും വെച്ച് ഇനി കണ്ടാൽ അത് മതി. അതേ ഉള്ളൂ മുതൽ നമുക്കെല്ലാം, അല്ലാതെ ഒന്നും നമുക്ക് മുതലില്ല. ആ വിശ്വാസക്കാരൻ പറച്ചിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും നേരം മക്കളെ ഇൻ്റർവ്യൂ ചെയ്തതിനും നിങ്ങളെ കാണാനൊത്തതിനും മഹത്തായ നടി നിഷാ സാരംഗിയോടൊപ്പം എൻ്റെ കൊച്ചുമോൻ അജാസിനോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി. അപ്പൊ എന്തായാലും ചേച്ചി എന്താണ് പ്രേക്ഷകരോട് ഡേറ്റ്, നിങ്ങളുടെ ഡേറ്റ് ഒക്കെ ഒന്ന് പറയുമോ? ഫെബ്രുവരി 6 ഫെബ്രുവരി 6-ാം തീയതി ഫെബ്രുവരി 6 സിനിമ റിലീസാവുന്നത്. ഒരുപാട് നമ്മുടെ ഒരു മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. കാരണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോജനകരമാവുന്ന നാളത്തെ ഒരു എന്താ പറയുക, നാളത്തെ നമ്മുടെ ലൈഫിനെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള കുറേ സന്ദേശങ്ങളൊക്കെ ഈ മൂവിയിലുണ്ട്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, സംഘർഷമുണ്ട്, പിന്നെ പ്രണയമുണ്ട്, നല്ല കോമഡികളുണ്ട്. എല്ലാം ഒത്തിണങ്ങിയ നല്ലൊരു സിനിമയാണ്. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. തിയേറ്ററിൽ കാണാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടി പുലിമുരുകൻ എന്നുള്ളതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് ആയിട്ട് അടുത്ത ഒരു നായകനായിട്ട് നമുക്കൊരു മലയാള സിനിമയ്ക്ക് കിട്ടട്ടെ. മലയാള സിനിമയ്ക്ക് പുതിയൊരു നായകനെ കൂടി കിട്ടുകയാണ്. അതെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളെ.